ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ 8 മാർക്ക് 3 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതാ 8 മാർക്ക് കിട്ടാൻ പോവാണ്. അപ്പോൾ 8 മാർക്ക് വേണ്ടവരെല്ലാം പെട്ടെന്ന് വന്നുള്ള 3 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതാ 8 മാർക്ക് കിട്ടാൻ പോവാണ്. ഇത് നമുക്ക് ചിലതൊക്കെ 3 മാർക്കിന്, ചിലതൊക്കെ 2 മാർക്കിന്, ചിലതൊക്കെ 1.5 മാർക്കിന്, ഇങ്ങനെ പല രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 3 ക്വസ്റ്റ്യനും പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്ന് SN1 ആൻഡ് SN2 റിയാക്ഷനാണ്. എന്താണ് SN1 റിയാക്ഷൻ, എന്താണ് SN2 റിയാക്ഷൻ? നിങ്ങൾക്കതറിയാം. SN1 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഹാലോ ആൽക്കീൻസിലും ഹാലോറീൻസിലും നമ്മൾ പഠിക്കുന്നതാണ്. SN1 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലാറും SN2 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈമോളിക്കുലാറുമാണ്. SN1 റിയാക്ഷൻ 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം. SN2 റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. SN1 റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ടെർഷറി, സെക്കൻഡറി, പ്രൈമറിയാണ് റിയാക്ടിവിറ്റി. SN2 റിയാക്ഷനകത്ത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറിയാണ്. SN2ൽ നമുക്ക് ഇൻവേർഷൻ കോൺഫിഗറേഷനും SN1ൽ റിട്ടൻഷൻ കോൺഫിഗറേഷനുമാണ്. പിന്നെ SN1 റിയാക്ഷൻ ഹൈലി സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ടേബിളൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനും പഠിക്കണം. SN1 റിയാക്ഷൻ എന്താണെന്ന് എഴുതാനും പഠിക്കണം. SN2 റിയാക്ഷൻ മാത്രം ചോദിച്ചാൽ എഴുതാനും പഠിക്കണം. അങ്ങനെ പല രീതിയിലാണ് SN1 SN2 ചോദിക്കുന്നത്. ചിലപ്പോൾ SN1 SN2 ക്ലാസിഫൈ ചെയ്യാൻ പറയും, ചിലപ്പോൾ SN1 എന്താണെന്ന് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ SN2 എന്താണെന്ന് മാത്രം ചോദിക്കും. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. വേറെ കാര്യമൊന്നുമില്ല. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എഴുതും, നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പം പല രീതിയിൽ ചോദിക്കാവുന്നതുകൊണ്ടാണ് നമ്മൾ 8 മാർക്കിന് 3 ക്വസ്റ്റ്യൻ, അങ്ങനെ പല രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 8 മാർക്ക് എടുത്തേക്കുന്നത്. 3 ക്വസ്റ്റ്യൻ 8 മാർക്ക്. ഓക്കെ. രണ്ടാമത്തത് ഇൻവേർട്ട് ഷുഗർ, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് സ്ട്രക്ചറാണ്. ഇൻവേർട്ട് ഷുഗർ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഒരു കാര്യമാണ്. നമ്മുടെ സൂക്രോസ്, ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് അല്ലേ? ഡി ആണ്. വരുന്ന പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഇതിനെ നമ്മൾ വെള്ളത്തിലിട്ടാൽ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും 2 വെള്ളത്തിൽ കിട്ടും. ഗ്ലൂക്കോസും കിട്ടും, ഫ്രക്ടോസും കിട്ടും. ഇത് രണ്ടും പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട് നമ്മൾ സൂക്രോസിനെ വെള്ളത്തിലിട്ടാൽ. ഗ്ലൂക്കോസും കിട്ടും, ഫ്രക്ടോസും കിട്ടും. അതിനകത്ത് ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, ഡി. ഫ്രക്ടോസ് ലീവോ ആണ്, എൽ. ഗ്ലൂക്കോസ് വരുന്ന പ്ലെയിൻ പോളറൈസ് ലൈനിനെ റൈറ്റിലോട്ടും, ഫ്രക്ടോസ് വരുന്ന പ്ലെയിൻ പോളറൈസ് ലൈൻ ലെഫ്റ്റിലോട്ടും. ഇതിൻ്റെ വാല്യൂ ഏകദേശം +52ഉം ഇതിൻ്റെത് -94 ആണ്. അല്ലെങ്കിൽ +54 മൈനസ്, അല്ലെങ്കിൽ +50 -90 ആണ്. ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്, പ്ലസ് വാല്യൂ ആണ്. എന്നാൽ കിട്ടുന്ന മിക്സ്ചർ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. അതൊന്ന് ഡെക്സ്ട്രോ, ഒന്ന് ലീവോയും ആണ്. അപ്പോൾ ഈ 2 സൈനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വാല്യൂ മൈനസ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ റിസൾട്ടിങ് മൈനസ് കിട്ടും, നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് മീൻസ് ലീവും. അതായത് നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് വെള്ളത്തിൽ കിടക്കുക. അപ്പം 2ൻ്റെയും പ്ലസ് മൈനസും കൂടെ അല്ലേ ഒരുമിച്ച് വന്നാൽ ക്യാൻസൽ ആയി പോകുമല്ലോ. ബാക്കി നമുക്ക് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ബാക്കി വരുന്നത്. അതായത് ലീവോ ആണ് നമുക്ക് മിക്സ്ചറിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത്. മിക്സ്ചർ 2 ഉണ്ട്. അതിൽ 1 ഡെക്സ്ട്രോ, 1 ലീവോ. അതിൽ 1 ഡെക്സ്ട്രോയും 1 ലീവോയും ആണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ആരെ തന്നെ കിട്ടും? ലീവോയും ഡെക്സ്ട്രോയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി അവസാനം ലീവോ മാത്രമാവും. അപ്പം ഇത്രയുള്ള സംഭവം ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്രോസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. പക്ഷെ അതിനെ വെള്ളത്തിലിടുമ്പോൾ നമുക്ക് കിട്ടുന്ന മിക്സ്ചർ, റിസൾട്ടിങ് മിക്സ്ചറിൻ്റെ ഏതായിരിക്കും? ലീവോ റൊട്ടേഷൻ ആയിരിക്കും. അപ്പം തലതിരിഞ്ഞു, ഡെക്സ്ട്രോ ലീവോ ആയി, ഇൻവേർഷൻ സംഭവിച്ചു. അതാണ് ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത്. അപ്പം സൂക്രോസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത്. കാരണം ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. വെള്ളത്തിലിട്ടാൽ അത് കിട്ടുന്ന മിക്സ്ചർ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. ഗ്ലൂക്കോസ് ഡെക്സ്ട്രോയും ഫ്രക്ടോസ് ലീവോയാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് ലീവോയാണ്. ഇതാണ് ഇൻവേർഷൻ ഓഫ് ഷുഗർ. ഇനി ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ അറിയാം. നമ്മൾ പ്രോട്ടീൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ ടെമ്പറേച്ചർ, pH ഇതിൽ ഏതെങ്കിലും ഒന്നിന് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ സെക്കൻഡറി, ടെർഷറി സ്ട്രക്ചർ ലോസ് ആവും. പ്രൈമറി സ്ട്രക്ചർ മാത്രം എക്സിസ്റ്റ് ചെയ്യും. പ്രൈമറി സ്ട്രക്ചർ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സ്വഭാവത്തിനൊന്നും മാറത്തില്ല. പക്ഷേ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ നടന്ന് ഒരു സോളിഡ് ആയിട്ടുള്ള മാസ് ആയിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. എക്സാമ്പിൾ എഴുതണം. ഡീനാച്ചുറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ കേർഡ്ലിംഗ് ഓഫ് മിൽക്കും 2 ബോയിലിംഗ് ഓഫ് എഗ്ഗുമാണ്. പിന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ. പ്രോട്ടീന് 4 സ്ട്രക്ചറുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി. പ്രൈമറിയിൽ അമിനോസിൻ്റെ സീക്വൻസ്, അതാണ് പ്രോട്ടീൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത്. സെക്കൻഡറിയിൽ ആ പ്രോട്ടീൻ്റെ ആ അമിനോസിൻ്റെ സീക്വൻസിൻ്റെ ഫോൾഡിങ് 2 രീതിയിലുണ്ട്. ഹെലിക്കൽ സ്ട്രക്ചറും ഉണ്ട്, പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറും ഉണ്ട്. മൂന്നാമത്തത് ഈ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെയും പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറിൻ്റെയും ഫർദർ അറേഞ്ച്മെൻറ്റ് 2 രീതിയിലുണ്ട്. ഗ്ലോബുലാർ, ഫൈബ്രസും. പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ ഗ്ലോബുലാർ, ഫൈബ്രസും തന്നെ എഴുതണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി. പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ ഗ്ലോബുലാർ, ഫൈബ്രസും, പിന്നെ ക്വാട്ടർണറി. അതാണ് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ.
ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അത് പല മാർക്കിന് ചോദിക്കാം. ഇൻവേർട്ട് ഷുഗർ തന്നെ 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഒരു ഇതില്ലാത്തത് നമ്മൾ 8 മാർക്ക് എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. പിന്നെ ഡിനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ 1 മാർക്കിനും 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ 1 മാർക്കിന് ടേബിൾ പോലെ ചോദിച്ചിട്ടുണ്ട്, മാച്ച് ദി ഫോളോയിങ് പോലെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മാത്രമായിട്ട് എഴുതാൻ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലാണ്. പിന്നെ കൊറോഷൻ ആൻഡ് പ്രിവെൻഷൻ ടെക്നിക്സ്. കൊറോഷൻ എന്താണ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ടെക്നിക്സ് എന്താണ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയണും കൂടെ നോക്കി വെച്ചേക്കാം. റസ്റ്റിംഗ് ഓഫ് അയൺ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കും. ഇതെല്ലാം നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ടോപ്പിക്കാണ്. കൊറോഷൻ പിന്നെ പ്രിവെൻഷൻ ടെക്നിക്സ്. കൊറോഷൻ അതിൻ്റെ പ്രിവെൻഷൻ ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ ആനോഡിലും കാതിലും റിയാക്ഷൻ ചേർത്ത് പഠിക്കും. ഈ ടോപ്പിക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്ക് കൺഫേംഡ് ആണ്. മാക്സിമം പഠിച്ചിട്ട് തന്നെ പോകും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.